ഈ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണൻ്റെ ഇന്നത്തെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അനന്തകൃഷ്ണൻ്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ്. രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയിലെ ഉന്നതരുമടക്കം ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അനന്തകൃഷ്ണൻ പ്രതി ആവശ്യപ്പെട്ടിരുന്നു. ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കാനാണ് പ്രോസിക്യൂഷൻ്റെ തീരുമാനം. KM ഉമേഷാണ് വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ഉമേഷ്, ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ വലിയ സീനാണ് പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ബഹളത്തിനിടയിൽ എന്തെല്ലാമോ പറഞ്ഞേച്ച് അങ്ങനെ പോകാനുള്ള ഒരു തയ്യാറാക്കപ്പെട്ട തിരക്കഥ പോലുള്ള ചില പരാമർശങ്ങളൊക്കെയാണ് പ്രതിയുടെ ഭാഗത്ത് നിന്ന് അനന്തകൃഷ്ണനിൽ നിന്ന് കണ്ടത്. ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ അയാളുടെ ജാമ്യ ഹർജി കോടതിയിലേക്ക് വരികയാണ്. സ്വാഭാവികമായും ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കും. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. നിരവധിയായ കേസുകളാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഈ പ്രത്യേക സംഘത്തിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കോടതി നടപടിക്രമങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ശരത്ത്, ഇയാളുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിയോടെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ കേസിനെ, തനിക്കെതിരെയുള്ള ഈ കേസിനെ നിസ്സാരവൽക്കരിക്കാനാണ് അനന്തകൃഷ്ണൻ ശ്രമിക്കുന്നത്. കാരണം ഇതൊരു വലിയ ക്രിമിനൽ കേസൊന്നുമല്ല, ഒരു സിവിൽ കേസ് മാതൃകയിലാണ് എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ളൊരു വാദമാണ് അനന്തകൃഷ്ണൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, തനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നതടക്കം ഇന്നലെ മജിസ്ട്രേറ്റിനോട് നേരിട്ട് അനന്തകൃഷ്ണൻ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം ഇത് ഉന്നതരുൾപ്പെട്ട കേസാണ്, അതുകൊണ്ട് തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തനിക്ക് സംരക്ഷണം നൽകണം, ഇത് CSR ഫണ്ട് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് ചെയ്ത ഇടപാടുകളാണ്, പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ ഫണ്ട് കിട്ടിയില്ല, അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ മാത്രമാണ്, അല്ലാതെ വലിയൊരു ക്രിമിനൽ കേസല്ല, അതുകൊണ്ട് ജാമ്യം വേണം എന്നുള്ളതായിരുന്നു അനന്തകൃഷ്ണൻ്റെ ഈ ജാമ്യാപേക്ഷയിൽ ആവശ്യം. സ്വാഭാവികമായും ശക്തമായി എതിർക്കാൻ തന്നെയാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതത്തരം ഒരു നിസ്സാര തട്ടിപ്പല്ല. ഇതിനകം തന്നെ ഇതിൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകൾ, ഭീമാകാരമായ തുകയൊക്കെ അത് സംബന്ധിച്ച് അതിൻ്റെ കണക്കുകളൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. കാരണം ഒട്ടേറെ കാര്യങ്ങൾ അനന്തകൃഷ്ണൻ വഴി പുറത്തേക്ക് വരാനുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. 5 ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇയാളെ പരമാവധി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾക്കെതിരെ ആദ്യം മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇയാളുടെ സാമ്പത്തിക ഇടപാടിൻ്റെ വ്യാപ്തി, അതിൽ രാഷ്ട്രീയക്കാർക്കുള്ള ബന്ധം, പങ്ക് എന്നിവ സംബന്ധിച്ചൊക്കെ അനന്തകൃഷ്ണൻ്റെ മൊഴിയായി പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിന് ലഭിച്ച വിവരങ്ങൾ, അതിൽ പലതും പുറത്തു വന്നതും വരാത്തതുമായ ഒട്ടേറെ വിവരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്തു വന്ന വിവരങ്ങൾ ഇതിനകം തന്നെ വാർത്തയായതാണ്. കോൺഗ്രസ് നേതാക്കൾക്കടക്കം ലക്ഷങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അനന്തകൃഷ്ണൻ്റെ മൊഴി. ഏറ്റവും ഒടുവിൽ ഈ ഫ്രാൻസിസ് ജോർജ് MP 10 ലക്ഷം നൽകി, അത്തരത്തിലുള്ള മൊഴികളൊക്കെ ഉണ്ട്. ഡീൻ കുര്യാക്കോസിന് 30 ലക്ഷം നൽകി, അതിൽ പകുതി പണമായും പകുതി അക്കൗണ്ട് വഴിയുമൊക്കെയാണ് നൽകിയത്. ഇങ്ങനെ നിരവധി മൊഴികൾ, ലാലി വിൻസെൻറ്റിന് 46 ലക്ഷം രൂപ നൽകി എന്നൊക്കെ നിരവധി മൊഴികളുണ്ട്. അതുകൊണ്ട് ഇതൊരു നിസ്സാര കേസായി കാണാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. ഇത് എന്തിനാണ് ഇവർക്കൊക്കെ തുക കൈമാറിയത്? ഈ പിരിച്ച 450 കോടിയിൽ പരം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടിട്ടുള്ളത്. 21 അക്കൗണ്ടുകൾ ഇയാളുടേതായി ഉണ്ട്. ആ അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നത്. ഇത്രയും അക്കൗണ്ടുകളുണ്ടെങ്കിലും ആകെ പോലീസിന് ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെടുക്കാനായത് 3.25 കോടി രൂപയാണ്. അത് ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി തുകയൊക്കെ എവിടെ പോയി എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ചോദ്യം. അതിന് അനന്തകൃഷ്ണനിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇയാൾക്ക് ജാമ്യം നൽകിയാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാത്ത സ്ഥിതി വരും. അയാൾ സാക്ഷികളെയും മറ്റും സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതൊഴിവാക്കാൻ അയാൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. നിലവിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. ക്രൈംബ്രാഞ്ച് SP സോജൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിലുള്ള DYSPമാരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. 70-ലധികം ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അതുകൊണ്ട് ആദ്യഘട്ടമായി ഇവർ ഒരു യോഗം ചേർന്ന് എങ്ങനെയാണ് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്, ഇതിൻ്റെ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അതായത് സംസ്ഥാന വ്യാപകമായി വിവിധ പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്ത കേസുകളാണ്, അതിനൊരു ഏകോപിത രൂപം കൈവരണം. അങ്ങനെ ഏകോപിപ്പിച്ച ശേഷം
ഏതെല്ലാം രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തീരുമാനിക്കാനായി ഒരു യോഗം ഉടൻ തന്നെ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ അന്വേഷണത്തിലേക്ക് കടക്കുക. അതിൽ എല്ലാ കേസുകളിലും നിലവിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും ഈ അനന്തകൃഷ്ണൻ തന്നെയാണ് പ്രധാന പ്രതിയായി വന്നിട്ടുള്ളത്. അനന്തകൃഷ്ണനെ കൂടാതെ കൂട്ടുപ്രതികളുണ്ട്. അതിൽ ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരുണ്ട് എന്നുള്ളതാണ് നേരത്തെ മൂവാറ്റുപുഴ പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധവും അവരുടെ പങ്കും സംബന്ധിച്ചൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിനായി സമഗ്രമായ അന്വേഷണത്തിലേക്കായിരിക്കും. ഉമേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും വാർത്തകളിൽ വളരെ കാര്യമായി വരുന്ന മറ്റൊരു പേരുണ്ട്. അനന്ത്കുമാറിൻ്റെ പേര് വരുന്നുണ്ട്. പലതരത്തിലും ഈ സംവിധാനത്തിൻ്റെ ഒരു രൂപീകരണം, ഈ പറഞ്ഞ പോലെ കോൺഫെഡറേഷൻ്റെ രൂപീകരണം, അതിലൂടെയാണ് CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മെഗാ ഓഫർ. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫർ കൊടുക്കുന്ന സത്യത്തിൽ ഈ ഹോം അപ്ലയൻസസ് ഗ്രൂപ്പൊക്കെയാണ്. കച്ചവടത്തിൻ്റെ സാധ്യതകൾ, പുതു സാധ്യതകൾ തരുന്നത് അവരെയൊക്കെ തന്നെ അമ്പരപ്പിക്കുന്ന, അതുപോലെ തന്നെ ഈ വാഹന കച്ചവടക്കാരെയും ഒക്കെ അമ്പരപ്പിക്കുന്ന വിധത്തിലേക്കുള്ളൊരു ഓഫറാണ്. അപ്പോൾ ഇതിന് പിന്നിലൊരു വലിയ ആലോചന, അത് പിന്നൊരു തട്ടിപ്പ് നടത്തുന്നതിൻ്റെ ഗൂഢാലോചന, ഇതിലൂടെ വലിയ പണമിടപാട്, ഇതിലൊക്കെ ആ പേര് കാര്യമായി വാർത്തകളിൽ വരുന്നുണ്ടല്ലോ. അന്വേഷണ സംഘം എങ്ങനെയാണ്, കാരണം പലരെയും ഇപ്പോൾ ഈ പല ചടങ്ങുകളിലേക്കും ഔദ്യോഗിക ചടങ്ങിലേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തുന്നതിന് ഈ പ്രതി കരുവാക്കിയതും ഈ പറയുന്ന അനന്ത്കുമാറിനെയാണ്. അനന്ത്കുമാറും പ്രതി അനന്തകൃഷ്ണനും തമ്മിലുള്ള ബന്ധം, അതിലൂടെ ഒരു വലിയ തട്ടിപ്പിന് നടത്തിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കൽ, ഇത് അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിലുണ്ടോ? അതിൻ്റെ ഒരു ഘട്ടം ഇപ്പോഴെന്താണ്? ഉറപ്പായും അത് പരിശോധനയിലുണ്ട്. കാരണം ഈ FIRകളിൽ എല്ലാ FIRകളിലും അനന്തകൃഷ്ണനാണ് പ്രതിയെങ്കിൽ ചില FIRകളിൽ ആനന്ദകുമാറും പ്രതിയാണ് എന്നുള്ളതാണ്. ആനന്ദകുമാറിന് ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ അനന്തകൃഷ്ണൻ ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ദേശീയ കോർഡിനേറ്റർ എന്നുള്ള നിലയിലാണ് അനന്തകൃഷ്ണൻ ഉള്ളതെങ്കിൽ ഇതിൻ്റെ ആജീവനാന്ത ചെയർമാനാണ് ആനന്ദകുമാർ. ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ആജീവനാന്ത ചെയർമാനാണ് ആനന്ദകുമാർ. പലരും ആനന്ദകുമാറിനെയും കണ്ടാണ് ഈ ഇത്തരത്തിൽ പാതിവില ഓഫറിൽ വീണത് എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി പേർ ഈ ആനന്ദകുമാറിൻ്റെ ബന്ധം, അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം, ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് ഇതിലേക്ക് വന്നവർ ഒരുപാടുണ്ട്. അതുകൊണ്ട് പല കേസിലും ആനന്ദകുമാറും പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉറപ്പായും ആനന്ദകുമാറുമായുള്ള അദ്ദേഹത്തിന് ഇതിലുള്ള ബന്ധം സംബന്ധിച്ചൊക്കെ പോലീസിൻ്റെ അന്വേഷണ പരിധിയിലുണ്ട്. പല FIRകളിലും ആനന്ദകുമാറും അദ്ദേഹത്തിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അടക്കം അതാണ് നമ്മളോടടക്കം പ്രതികരിച്ചത്. ഈ ആനന്ദകുമാറിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണ് താൻ ഇതിൻ്റെ ലീഗൽ അഡ്വൈസർ ആയത്. അതല്ലാതെ താൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ആനന്ദകുമാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളും അത്തരത്തിലൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്. അത് ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആനന്ദകുമാറിന് ഈ ഇടപാടുകളിൽ എന്താണ് ബന്ധം? ഇതിൽ കഴിഞ്ഞ ദിവസം അനന്തകൃഷ്ണൻ്റെ തന്നെ മൊഴിയുണ്ട്. അനന്തകൃഷ്ണൻ പരസ്യമായും പോലീസിനോടും പറഞ്ഞ മൊഴിയിൽ ഉള്ളത് ആനന്ദകുമാർ, അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാൻ, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ ഈ CSR ഫണ്ട് ലഭിക്കും എന്ന് കരുതിയത് എന്നൊക്കെ അനന്തകൃഷ്ണനും പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ആനന്ദകുമാറിൻ്റെ പങ്ക് സംബന്ധിച്ചും വളരെ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശരത്ത്, ശരി. സൈഗ്രാം എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ആനന്ദകുമാറിനെ കേരളത്തിന് പരിചയമായിട്ടുള്ളത്. ഇപ്പോൾ ഏതായാലും ഈ അന്വേഷണത്തിൻ്റെ പിന്നിൽ, ഇതിന് പിന്നിൽ, ഈ വലിയ തട്ടിപ്പിന് പിന്നിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സഹായം ആരിൽ നിന്നെല്ലാം കിട്ടി, ആരൊക്കെയാണ് ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായ സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുള്ളത്, പണം കൈപ്പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിൻ്റെ പണം പങ്കിട്ടെടുത്തിട്ടുള്ളത് ആരൊക്കെയാണ്, ഇതെല്ലാം ഈ അന്വേഷണത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു മികച്ച സംഘത്തെയാണ്, ക്രൈംബ്രാഞ്ച് സംഘത്തെ തന്നെയാണ്. അതിൽ നേരത്തെ ഉമേഷ് പേരുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു, ഉദ്യോഗസ്ഥരുടെ പേരുകളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച നിലയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.